സുർക്കർക്കാ മുക്കാ മുഴം പോട്ടെ മാറിക്കൊഴന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറാ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാ സോമാറി ജമാക്കിറായ സുർക്കർക്കാ മുക്കാ മുഴം പോട്ടെ മാറിക്കൊഴന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറാ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാ സോമാറി ജമാക്കിറായ ടമാലേ ടമാ 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 ടമാലേ ടമാ ടനക്കന കനഡേ Campus Hangama! ഹായ് വ്യൂവേഴ്സ്, ക്യാമ്പസ് ഹംഗാമയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ SNDP യോങ് കോളേജിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കൂട്ടുകാരെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പസ് ഹംഗാമ ഇന്ന് നിങ്ങളെ മുമ്പിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ലെറ്റ്സ് എൻജോയ് ക്യാമ്പസ് ഹംഗാമ. കുറച്ച് അടിച്ചുപൊളി കൂട്ടുകാരെ കൂടി പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, ക്യാമ്പസ് ഹംഗാമ എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് നിങ്ങളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണം. പരിചയപ്പെടാം. ഡിപ്പാർട്ട്മെന്റ് BSc ശ്രീജിത്ത്, സെയിം ഡിപ്പാർട്ട്മെന്റ്. BSc ഷാഹിർ BBA. ഷഹീർ BSc. ബഷീർ BBA. റിഷാദ് BBA. ഗ്രിഗറി BCom. പേരെന്താ? ഗ്രിഗറി BCom. വാവ്, ഒരു ഡിഫറെന്റ് നെയിം കിട്ടിയിരിക്കുകയാണ്, ഗിർഗറി. പറയുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയിലെ ഒരു ഗിർഗറി ഉണ്ടാവുകയാണ്. ഗിർഗറി അല്ലേ? ഓക്കെ, ഡിഫറെന്റ് നെയിമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പേര് കിട്ടിയെന്ന് വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്? അവരിട്ടൊരു പേരല്ലേ. അതെ, അതിപ്പോൾ ഭാവിയിലെ ഗിർഗറിക്ക് ഒരു മോൻ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു അല്ല മോനോ മോളോ ഉണ്ടാവുമ്പോൾ ഇത്രയും ഡിഫറെന്റ് നെയിം ആയിരിക്കും ഇടുക? അല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പേര്. അപ്പം ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സാവുമ്പോഴേ വരുള്ളൂ. അപ്പൊ അതുവരെ പേരിടാതെ പേരിടാതെ നടക്കുമോ? പേരിടാതെ നടക്കും. അതുവരെ പേരില്ലാത്ത മകൻ അല്ലെങ്കിൽ പേരില്ലാത്ത മകൾ എന്നായിരിക്കും ഗിർഗറി വിളിക്കുക അല്ലേ? എന്തോ ഇവിടെ ഒരു കമന്റ് വന്നു, തന്തയില്ലാത്ത മകൾ, അങ്ങനെ എന്തോ അങ്ങനെയാണോ? അതൊന്നുമല്ല, അതൊക്കെ ഒരു കോളേജിലെ തമാശകളാണ്, ഫ്രണ്ട്സിന്റെ കൂട്ടുകാരുടെ തമാശകളാണ്. പേര് സച്ചൂട്ടൻ. ഭയങ്കര ഓമനിച്ച്. മുഴുവൻ പേര് ഗ്രിഗറി പുലിക്കൂട്ടിൽ. ഗിർഗറി പുലിക്കൂട്ടിൽ. വീട്ടു പേര് പറയുന്ന ഇപ്പോൾ ഒരു സ്റ്റൈൽ. നമ്മളെ ബിഗ് ബിയിലൊക്കെ മമ്മൂട്ടി പറയുന്ന ജോൺ ബിലാൽ കുരിശിങ്കൽ എന്ന് പറയുന്ന പോലെ ഗിർഗറി സ്വയം പറഞ്ഞേക്കുവാണ് ഗിർഗറി പുലിക്കൂട്ടിൽ. പുലിക്കൂട്ടിൽ തന്നെയാണോ കോഴിക്കൂട്ടിലാണോ? പുലിക്കൂട്ടിൽ തന്നെ. പുലിക്കൂട്ടിലാണോ? അതെ, ഞങ്ങളെല്ലാവരും അല്ലല്ല, ഗിർഗറി പുലിക്കൂട്ടിലാണോ കോഴിക്കൂട്ടിലാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ചിട്ട്. ഞങ്ങള് കോളേജിലും പുലിക്കൂട്ടിലാണ്, നാട്ടിൽ കോഴിക്കോട്ടിലാണ്. ഗിർഗറി കൂട്ടുകാർ പറയുന്നു ഗിർഗറി കോളേജിൽ മാത്രം പുലിക്കൂട്ടിലുള്ളൂ, നാട്ടിൽ കോഴിക്കോട്ടിലാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അസൂയ കൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അസൂയ ഗിർഗറിയോട്? ഗിർഗറി സത്യസന്ധമായും വസ്തുനിഷ്ഠമായും പറയുകയാണെങ്കിൽ പോരട്ടെ. പുലിക്കൂട്ടിൽ എന്നുള്ളത് ഒരു പവർഫുൾ നെയിമാണ്. അപ്പൊ അതിനോടുള്ള അസൂയാണ് അവർക്ക്. അവന്റെ വീട്ടുപേരെന്താണ്? കുന്നത്തുതൊടി എന്നാണ്. വളരെ മോശമായ പേരായതുകൊണ്ട് അതിനോടുള്ള അസൂയാണ് അവനവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗിർഗറിയുടെ അഭിപ്രായത്തോടെ യോജിക്കുന്നു. നമുക്ക് അടുത്ത ആളോട് പോവാം. സച്ചൂട്ടൻ ഈ കോളേജിന്റെ ഓമനൂട്ടനാണോ? അതെ, സച്ചൂട്ടൻ ഓമനക്കുട്ടൻ തന്നെ. ഞങ്ങളെ കരിങ്കുട്ടൻ, ഈ കോളേജിന്റെ കരിങ്കുട്ടനാണ് ഞങ്ങളുടെ സച്ചൂട്ടൻ. ഓക്കെ, അടുത്ത പ്രാവശ്യത്തെ ചെയർമാനായി നിശ്ചയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കരിങ്കുട്ടൻ. ഓക്കെ, അടുത്ത പ്രാവശ്യത്തെ ചെയർമാനും ഈ കോളേജിലെ കരിങ്കുട്ടനുമാണ് സച്ചൂട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സച്ചൂട്ടിനോട് തന്നെ ചോദിക്കാം, എന്താണ് സച്ചൂട്ടൻ എന്ന്. സച്ചൂട്ടാ പറയും. ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതൊരു വളരെ ഇതാണ്. ഓക്കെ, അപ്പം വീട്ടുകാരിട്ട പേര്
ഉസ്മാൻ പി. വീട്ടുകാരിട്ട് വിട്ട് ഉസ്മാൻ, അത് സ്വന്തം താല്പര്യപ്രകാരം. അവൻ സ്വന്തമായി അവനെ തന്നെ വിളിക്കുന്ന പേരാണ് സച്ചൂട്ടൻ, അല്ലാതെ അവൻ ഉസ്മാനാണ്, വെറും ഒരു ഉസ്മാൻ. രായമാണിക്യം. രായമാണിക്യം ആയതുകൊണ്ട് ഈ ഒരു സ്റ്റൈല്, കറുത്ത മുണ്ട്, ഒരു ജുബ്ബ, കറുത്ത ഗ്ലാസും. Pistas maki rasa mari chamakiraya Pistas maki rasa mari chamakiraya. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ പരീക്ഷാകാലമാണല്ലോ, എല്ലാ കോളേജിലും കുട്ടികൾ പരീക്ഷയുടെ ചൂടില്ല. നിങ്ങൾക്ക് പരീക്ഷ ചൂടൊന്നുമില്ലേ? കോളേജ് ലൈഫ്. ഓക്കെ, അപ്പോ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണോ പഠിക്കാനുള്ളതാണോ? അത് എൻജോയ് ചെയ്യാനല്ലേ. നമ്മളെ ജീവിതത്തിൽ നല്ലൊരു മുഹൂർത്തങ്ങൾ നമുക്ക് കോളേജാണ് തരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നുമില്ല. പഠിക്കുക അത് നമുക്കൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുക, ലൈഫിൽ എൻജോയ് ചെയ്യുക, അതാണ് മാക്സിമം നോക്കുന്നത്. അപ്പോൾ പരീക്ഷയെ ജയിച്ചില്ലെങ്കിൽ തോറ്റ് തുന്നമ്പാടി കിടന്നാലും പ്രശ്നമൊന്നുമില്ല. മാക്സിമം നമ്മൾ പഠിക്കുക പറഞ്ഞാൽ ക്ലാസ്സിലും ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് കഴിയണവും വെറുതെ എഴുതിങ്ങാണ്ട് അങ്ങനത്തെ ഒരു മാർക്ക്, അവറേജ് മാർക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മാക്സിമം പഠിക്കണം. അത് കളിയിലൂടെ ഉള്ള പഠിത്തമാണ്, അല്ല വെറുതെ ഒരു പഠിത്തം എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചുറ്റിയ ഒരു അടങ്ങി കൂടുന്നതല്ല നമ്മൾ കോളേജ് ലൈഫ്. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാനാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോളേജ് ലൈഫ് പഠിക്കണോ അതോ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കണോ? കളിച്ചുകൊണ്ട് പഠിക്കുക, പഠിച്ചുകൊണ്ട് കളിക്കുക. പേരെങ്ങനെയായിരുന്നു? അമീൻ. അമീൻ. അമീൻ മാത്രം എന്താ ഈ കൂട്ടത്തില് ഒരു ഇരട്ടപ്പേരോ ഒരു നിക് നെയിമോ പെറ്റ് നെയിമോ ഇല്ലാതെ അമീൻ മാത്രം ഒരു പേര്? ഞാൻ ഡീസൻ്റ്. ഓ, അമീൻ ഡീസൻ്റ് ആണെന്ന് പറയുന്നത്. അവനക്ക് രാത്രി ആയാലും മണൽ കോരലാണ് അവന്റെ പരിപാടി. പോലീസുകാർ വരെ നോട്ടപ്പുള്ളി ഇതൊന്നും കാണിക്കരുത് കേട്ടോ. അമീന് പേടിയായി. അമീനെ പോലീസുകാർ പൊക്കും, രാത്രി മണൽ കോരുന്നതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അമീൻ കൂടുതൽ നമ്മളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. അടുത്ത ആളെ പരിചയപ്പെടാം. പേരെന്താണ്? നിസാർ. നിസാർ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ബികോം. നിസാറിന് ഈ കോളേജിലിട്ട പേര് തടിയൻ്റെ കൂടെ നിസാർ എന്നാണ്. കാരണം നിസാറിൻ്റെ തടിയും പേരിലുള്ള നിസാറും കൂടെ ആയപ്പോഴത്തേക്കും കൂട്ടുകാരിലേറ്റവും തടിയൻ്റെ കൂടെ നിസാർ. ഇത് നിസാറിന് എന്താ പറയുക, കോളേജിലെല്ലാവരും തടിയൻ്റെ കൂടെ നിസാർ എന്ന് വിളിക്കുമ്പോൾ എന്താ ഒരു തോന്നുന്നത്? കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷമാണ് തോന്നുന്നത്. ഞാൻ തടി ഇല്ലാത്തതുകൊണ്ട് വിളിക്കണോണ്ട്. അസൂയക്കാരങ്ങനെ പലതും പറയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അസൂയക്കാരാണോ തടിയൻ്റെ കൂടെ നിസാർ എന്ന് വിളിക്കുന്നത്? ഞാൻ പിന്നെ തീരെ തടി ഇല്ലാത്തതുകൊണ്ട് ഓലിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നിസാർ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്ലിം എന്നാണ് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിസാറിന് തടിയേ ഇല്ല. നിസാർ മെലിഞ്ഞ് സൊമാലിയിൽ നിന്ന് വന്ന ഒരാളുടെ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിസാറിന് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെ ഐറ്റംസ് ആണ് നിസാറിന് ചെറുതായിട്ടുള്ളൂ കഴിക്കല്? ഒരു ദിവസം 2-3-4 പ്രാവശ്യം അത്രേ ഉള്ളൂ. 2 ബിരിയാണി. 2 ബിരിയാണി. അത്രയൊന്നും കഴിക്കില്ല. ഇത്രയൊക്കെ കഴിച്ചിട്ടും നിസാറിന് എന്താ തടി വെക്കാത്തത്? എന്താ ഇതിപ്പോ പറയാൻ പറ്റൂലല്ലോ. വിലക്കെ അവനക്ക് കൊക്കപ്പൂവിന്റെ അസുഖ. ഓ, അവ നിസാറിന് വയറ്റിൽ കൊക്കോപ്പുഴിന്റെ അസുഖം ഉണ്ടെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി ഗ്യാങ്ങിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ക്യാമ്പസ് ഹംഗാമയ്ക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഗ്യാങ്ങിന്റെ കോൺട്രിബ്യൂഷൻ എന്ന്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് ഹംഗാമയ്ക്ക് വേണ്ടി നിങ്ങളുടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തന്നേ പറ്റൂ. ഒരു പാട്ടോ സ്റ്റെപ്പോ ഡാൻസോ എന്തെങ്കിലും. എന്താണ് പാട്ട്? എല്ലാവരും കൂടെ ഒരു പാട്ട്. ഏത് പാട്ടാണ്? പാടിക്കോ. 1000 കിനാക്കൾ. ഓക്കെ, എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ ക്യാമ്പസ് ഹംഗാമയ്ക്ക് വേണ്ടി ഒരു പാട്ട്. ഓക്കെ. 1000 കിനാക്കളാൽ കുരുന്നുകൂടി വേങ്ങിടുന്നു സ്നാനം. യോ യോ ഒരുത്തിയും കൊടുത്തിയും പ്രവേക്ഷകൾ വിളക്ക് വെച്ചു മാനം. യോ എത്രയെത്ര കാലം ഒരായിരം കിനാക്കളാൽ കുരുന്നുകൂടി വേങ്ങിടുന്നു സ്നാനം. അടിപൊളി അടിപൊളി എന്ന് പറയുന്നു. ലൈൻസ് ഒന്നും അറിയില്ലെങ്കിലും പാട്ട് ഒപ്പിച്ചു. ഈ ഗ്യാങ്ങിന് ഒരു അടിപൊളി പേരുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ നെയിമാണ് ടീം കേട്ടല്ലോ, ടീം ഹറാമീസ്. അപ്പോൾ ഇവരുടെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറേ കൂട്ടുകാർ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരെ കാണുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ഇപ്പം വരാം. ദേ പോയി ദേ വന്നു.
കോളേജിലെ കുറച്ച് അടിച്ചുപൊളി കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് കോളേജ് ഡേയ്സ് ഒക്കെ? ഞങ്ങൾ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇവര് കോളേജ് ഡേയ്സ് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫൈനലേഴ്സ് ആണോ? സെക്കൻഡേഴ്സ് ആണ്. റോക്കിംഗ് സെക്കൻഡേഴ്സ്. യെസ്, ഇവരൊക്കെ റോക്കിംഗ് സെക്കൻഡേഴ്സ് ആണ്. അപ്പോൾ ഈ റോക്കിംഗ് സെക്കൻഡേഴ്സിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് അന്വേഷിച്ചറിയാം. വേറെന്താണ്? അരുൺ, മുഹ്സിൻ, അജ്മൽ, ശരത്, അർഷൽ മാലിക്, റോക്ക് സ്റ്റാർ സ്വന്തം. എന്താണ് ഈ റോക്ക് സ്റ്റാർ ആ ഒരു വിശേഷണം ചേർന്ന് നമ്മുടെ പ്രേക്ഷകരോന്ന് പറയാലോ? പാറ നക്ഷത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് നക്ഷത്രം? പാറ നക്ഷത്രം. പാറ നക്ഷത്രം. എന്താണ് ഈ പാറ നക്ഷത്രം? അസുഖം കളഞ്ഞല്ലോ. കുഴപ്പമില്ല, നല്ല കമന്റ് ആണ്. അർഷൽ മാലിക്, റിതിൻ മോഹൻ. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഈ സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത? നിങ്ങൾ ഭയങ്കര അടിച്ചു പൊളിച്ച് നോക്കിയാൽ ആകെ ഒരു നമ്മളെന്താ പറയുക, മല്ലു ഗൈസ് എന്നൊക്കെ പറയൂലേ, ഇപ്പോൾ പുറത്തെ കോളേജിലൊക്കെ പോവുകയാണെങ്കിലും മല്ലു ഗൈസ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ആ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ പെരിന്തൽമണ്ണ SNDP കോളേജിലെ കൂട്ടുകാർ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇവരോട് എൻ്റെ ചോദിക്കാം, ഈ സ്റ്റൈലിന്റെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഒരു സ്റ്റൈലിന്റെ? ടോട്ടലി ക്യാമ്പസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഗ്യാങ് മൊത്തം ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഞങ്ങളെ കോർഡിനേഷന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബലവും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ബാക്കിയുള്ളവർക്ക് ഒരു പാഠമാകാൻ. ഫ്രണ്ട്ഷിപ്പിന്റെ വില കാണിക്കാനാണോ ഇങ്ങനത്തെ ഒരു വേഷം? സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫോറിൻ ഡ്രസ്സുകൾ, ജീൻസ്, പാന്റ്, അതിന് മാത്രം ഞങ്ങളുടെ നാടൻ വേഷം, ഞങ്ങളുടെ കേരള ജനതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ മുണ്ടും ഷർട്ടും. ഒരു കൊടുക്കാം. നമ്മുടെ നാട്ടുംപുറത്തെ വേഷം എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടുംപുറത്തെ എന്താ പറയാ, നാട്ടിൻപുറത്തിന്റെ യോയോ വേഷം അല്ലേ? നാട്ടിൻപുറത്തിന്റെ യോയോ വേഷമാണ്. എന്ത് ബോയ്സ്? കൂത ബോയ്സ് എന്നാണ് ഈ വേഷം. കുഗ്രാമം ബോയ്സ്. ഇവരിതിന് ഒരു ഡെഫിനിഷൻ ഇട്ടു. കൂഗ ബോയ്സ് മീൻസ് കുഗ്രാമം ബോയ്സ്. കുഗ്രാമം ബോയ്സിന്റെ ഏറ്റവും എന്താ പറയാ, എന്ത് സ്റ്റൈലാണ് കുഗ്രാമം സ്റ്റൈൽ? കുഗ്രാമം ബോയ്സിന്റെ മല്ലു സ്റ്റൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. നോക്കാം, ഇതാ നല്ലൊരു ഷർട്ട്, നല്ലൊരു കൂളിംഗ് ഗ്ലാസ്, ഒരു കയ്യിലും മുണ്ട്. സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ ഷൂ, എല്ലാവരുടെ ഷൂ. ഇതാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ. അപ്പോൾ അടിച്ചു പൊളിക്കുക, കോളേജ് ലൈഫൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ ക്യാമ്പസ് ഹംഗാമ അടിച്ചു പൊളിക്കാം. ക്യാമ്പസ് ഹംഗാമ. ഹായ് ഫ്രണ്ട്സ്, ഓരോ ക്യാമ്പസിനും ഓരോ സ്പെഷ്യാലിറ്റികളുണ്ട്. ചില ക്യാമ്പസുകളിൽ ചില ബൈക്കുകൾ, ചില കാറുകൾ. ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ SNDP കോളേജിൽ പറയുവാണെങ്കിൽ ഈ പഴയ ഹിന്ദുസ്ഥാൻ്റെ കോണ്ടസ കാറ്. ഈ കാറാണ് ഇവിടുത്തെ സ്റ്റാർ. ഈ കോളേജിലെ മുഴുവൻ കുട്ടികളുടെയും സ്റ്റാർ എന്ന് പറയുന്നത് ഈ കാറാണെന്നാണ് ഇവിടുത്തെ കുട്ടികൾ പറയുന്നത്. നോക്കാം, പഴയ മോഡലിൽ ഫുള്ള് മോഡിഫൈ ചെയ്ത ഒരു കാറ്. നമുക്ക് പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന്. ശരിക്കും ഈ കാറ് കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന്. എന്തായാലും നമുക്ക് ഈ കാറിൻ്റെ ഓണറായിട്ട് ഈ കോളേജ് ചെത്തി കിടക്കുന്ന ബിരുദിനെ ഒന്ന് വിളിക്കാം. ആരാണ് ഇതിൻ്റെ ഓണർ? പേരെന്താണ്? റാസിം. അപ്പോൾ റാസിമാണ് ഈ കാറിൻ്റെ ഓണർ. എങ്ങനെയുണ്ട് റാസിം, ഈ ഒരു പഴയ ഒരു കോണ്ടസ കാർ ഈ ഒരു മോഡിഫൈ ചെയ്ത് കോളേജിൽ ഷൈൻ ചെയ്യുമ്പോൾ എന്താണ് റാസിമിന് തോന്നുന്നു? കുഴപ്പമില്ല, ഒരു പെൺപിള്ളേരെ കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, മൊത്തത്തിലൊരു സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പുതിയൊരു കാറും കൊണ്ട് വരുന്നതാണോ അതോ ഇത്രയും പഴയ കാറ് കൊണ്ടുവരുന്നതാണോ നല്ലതെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് പഴയ ടെക്നോളജിയാണ് ഒന്ന് നല്ലതെന്നാണ്. കാരണം ഇന്ത്യയിൽ ക്യാമ്പസിലും നല്ലത് പഴയ ടെക്നോളജി, കാറായാലും ബൈക്കായാലും കാറായിരിക്കും പഴയ ടെക്നോളജിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ജാസിമിന് ഇപ്പോൾ ഈ ഒരു കാർ ഈ ഒരു ഇത്ര നല്ല സ്റ്റൈലിഷ് ആക്കി എടുക്കാൻ ഇപ്പോൾ എത്ര രൂപ ചിലവുണ്ട്? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചിലവും കാര്യങ്ങളൊക്കെ? ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണോ പൈസ അതോ പോക്കറ്റ് മണി? ആക്ച്വലി ഇത് ബ്രദറിൻ്റെ കാറാണ്, എന്നാലും നമ്മൾ ബ്രദറിൻ്റെ കാറാണ്. ബ്രദറിൻ്റെ കാറും കൊണ്ടാണ് അനിയൻ ഈ കോളേജിൽ കിടന്ന് ഈ ചുറ്റൽ മുഴുവൻ ചുറ്റുന്നത്. എന്തായാലും പിന്നെ ജാസിം, എന്താ ഈ കാറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ ഒരു കോളേജ് കാറും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ, ഓർമ്മകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? ഇപ്പം ചിലർക്ക് ബൈക്ക് എന്ന് പറയുമ്പോൾ തൻ്റെ പ്രണയിനിയെ കൊണ്ട് കറങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. അതുപോലെ ഈ കാറുമായിട്ട് ഫ്രണ്ട്സോ എന്താണ് ഒരു ഓർമ്മകൾ എന്ന് പറയാനുള്ളത്? ട്രിപ്പ് പോയതോ? ട്രിപ്പ് എല്ലാ ട്രിപ്പുകൾക്കും ആണ് ഈ പഴയ കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഓർമ്മകളെ വെച്ചാൽ പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല, എന്നാലും ഒരു ക്യാമ്പസിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ചെത്തി നടക്കാം, നമ്മൾ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജാസിമിൻ്റെ ഫ്രണ്ട്സാണ് ജാസിമിൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ജാസിമിൻ്റെ ഫ്രണ്ട്സാണിത്. ഇവരാണ് ഈ വണ്ടിയിൽ ഈ കോളേജ് മുഴുവൻ ചെത്തുന്നതും ഈ വണ്ടിയിലൂടെ ഈ ലോകം മുഴുവൻ കറങ്ങുന്ന ഇവരാണെന്നാണ് പറയുന്നത്. നമുക്ക് അവരെ കൊണ്ടൊന്ന് പരിചയപ്പെടാം.
എന്താണ് ജാസിമിൻ്റെ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? വണ്ടി നല്ല വണ്ടിയാണ്, പക്ഷേ AC ഇല്ലാത്തൊരു പ്രശ്നം. AC ഇല്ല എന്ന് പറയുന്നത് ഈ കൊടും ചൂടിലും ജാസിമിൻ്റെ വണ്ടിക്ക് AC ഇല്ല, അത് ഭയങ്കര പ്രശ്നമെന്നാണ് ഇവർ പറയുന്നത്. വേറെ വണ്ടി കാണാനൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഇരിക്കാനൊരു ചെറിയൊരു ഇല്ല. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് വല്ല പാട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പാടാനോ പറയാനോ ഉണ്ടോ? വണ്ടിനെ കുറിച്ച് പാട്ട് പാടാണെങ്കിൽ ഇതിന് വണ്ടിക്ക് ഭയങ്കര മൈലേജ് ഷോട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് കോളേജിൽ വന്നു ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് ഇതിനെ കാശ് പിരിക്കാറ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവന് ഒരു പിരിവ് തുടങ്ങും, ഓരോരുത്തർ 10 റുപ്യ 20 റുപ്യ. അപ്പോൾ SNDP ഈ കോളേജിലെ കൂട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്തിട്ടാണ് ഈ വണ്ടിക്ക് എണ്ണ അടിക്കുന്നതാണ് ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അത്രയും എന്താ പറയുക ദയാലുക്കളാണ് ഇവിടുത്തെ ആൾക്കാർ. ജാസിമിന് വേണ്ടി പോകണമെങ്കിൽ പിന്നെ ഞങ്ങൾ പൈസ കൊടുക്കണം. വണ്ടി ഇവിടുന്ന് പോകണമെങ്കിൽ ഇവർ പൈസ കൊടുത്താൽ ഈ വണ്ടി പോകുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരും, ഭയങ്കര മെയിൻ്റെനൻസ് ചിലവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കും. ഫുൾ ടൈം വർക്ക്ഷോപ്പിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് വല്ല പാട്ടോ കാര്യങ്ങളും പറയാനുണ്ടോ? ഇല്ല, നിങ്ങൾ ഇത്രയും കൂടുതൽ പറഞ്ഞ സ്ഥിതിക്ക് പറയാനോ ഈ മേലെ നിങ്ങളുടെ വണ്ടിയിൽ. അപ്പോൾ ജാസിമ് ചൂടായെന്ന് തോന്നുന്നു. ഇനി കൂട്ടുകാരോട് ജാസിമിൻ്റെ വണ്ടിയെക്കുറിച്ച് ഇവരൊക്കെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്കും ജാസിമും ചൂടായി. ഇനി മേലിൽ കൂട്ടുകാരോട് വണ്ടി കയറലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. റാസിമിന്റെ വണ്ടി. എൻ്റെ പൊന്നെ, വണ്ടി തള്ളി തള്ളി മനുഷ്യൻ മടുത്തു. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. അയ്യോ, പഞ്ചാര ചാക്കു വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. പഞ്ചാര ചാക്കു വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. ചാടി റെയിൽ വണ്ടിയിലേ മാറനാടി കോട്ട താണ്ടി മെയിൽ വണ്ടിയിലേ വരാം പൂച്ചാടി റെയിൽ വണ്ടിയിലേ മാറനാടി കോട്ട താണ്ടി മെയിൽ വണ്ടിയിലേ റെയിൽ വണ്ടിയിലേ മെയിൽ വണ്ടിയിലേ കാണ്ടു വരാണ്ട കാഞ്ചു വരാണ്ട കാട്ടു വഴിയിലേ എതിർമേറ്റു വഴിയിലേ
കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമനേ നീ വരും നാളുമെന്നീരുന്നു ഞാൻ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി കലങ്ങിയില്ല സുറുക്കറുക്ക മുക്കാമുഴം പോട്ടെ മാറിക്കൊഴന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ സുറുക്കറുക്ക മുക്കാമുഴം പോട്ടെ മാറിക്കൊഴന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ്